ഒരു ദിനം. ഇതിൽ അണിനിരക്കുന്നവർ എൽമസ്റ്ററിൽ നിന്ന് അച്ചമ്മ ചേർത്തി, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏലി ചേർത്തി, സ്വർഗീയ മാലാകമാർ, സ്പെഷ്യൽ ഗസ്റ്റ് അപ്പിയറൻസസ് നസീർ, ഷീല and Usha Udu. Please sit back, relax and enjoy. Thank you. കാണാത്തതുകൊണ്ട് ബോറടിക്കുന്നല്ലോ ഏഞ്ചലേ. അത് കേരളത്തിൽ ഇന്ന് ഹർത്താലായിരിക്കും. പിന്നിപ്പോ ലോങ് വീക്കെൻഡ് വരികയല്ലേ, അപ്പൊ കുറെ പേരെത്തും. അല്ലേ ഏഞ്ചലേ, സൗണ്ടിന് എന്ത് പറ്റി? ഓ, ഒന്നും പറയണ്ട. ഏഞ്ചലൈറ്റിസോ ലാരിഞ്ചൈറ്റിസോ എന്തോ അടിച്ചതാ. ആരോ വരുന്നുണ്ടല്ലോ. അക്കാമ ചേട്ടത്തിയും ഏലി ചേട്ടത്തിയുമാണല്ലോ. മന്ത്രിപ്പട്ടം നടന്നുണ്ട് കൈവത്തി പാടം സ്വർഗത്തിലെത്തി. എനിക്ക് ബൈബിളൊക്കെ ഒന്ന് വായിക്കാൻ മറന്നുപോയി. ഒരു പേടിയുണ്ടായിരുന്നു ഇവിടെ എത്തുമെന്ന്. അച്ഛനെ എന്താ ഫോണിലൊക്കെ ആയിട്ട്? എന്റെ കൊച്ചുമോൻ മദേഴ്സ് ഗിഫ്റ്റ് തന്നതാ. മോളെ, ആ വൈഫൈ പാസ്വേഡ് ഒന്ന് പറഞ്ഞേ. ഉണ്ടോ? എനിക്ക് വിജയന്റെയും ചാക്കോച്ചന്റെയും ഒരു സിനിമ കാണാനുണ്ടായിരുന്നു. ഇവിടെ വൈഫൈ ഒന്നുമില്ല. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാ പോലെ കുരുങ്ങി ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. ഞാൻ ഇന്നലെ ഒരു പ്രൊഫൈൽ പിക്ചർ ഇട്ടേ ഉള്ളൂ. അതിന്റെ കോമെന്റ്സ് ഒന്നും വായിക്കാൻ പറ്റിയില്ല. അയ്യോ, അത് കഷ്ടമായി. പക്ഷെ ഇവിടെ ഇന്റർനെറ്റും ഇല്ല, ഫേസ്ബുക്കും ഇല്ല. പക്ഷേ ഇവിടെ കുറെ കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. ഈ ഒരു ഫേമസ് ആളെ വിളിക്കട്ടെ. ശരി ചേച്ചി, എന്നെ വിളിച്ചോ? നമസ്കാരം അമ്മച്ചിമാരെ. ചേച്ചി, ഇവർ ഇന്റർനെറ്റും യൂട്യൂബും ഒന്നുമില്ലാത്തത് കൊണ്ട് വലിയ സങ്കടത്തില്ല. ചേച്ചി ഒരു ഡാൻസ് കാണിച്ചു കൊടുക്കാമോ? അതിനുണ്ട്. ഞങ്ങൾ ഒറ്റ ഡാൻസ് കളിച്ചതാ. ഞാനിതാ എത്തി. വണക്കം വണക്കം. ഇപ്പോഴത്തെ ഡീഫ് ഡാൻസും ഐഡിയ സ്റ്റാർസിനും ഒക്കെ ഒന്ന് കാണണം. എന്താ ഡാൻസ് എന്ന് അറിയാമോ? എഞ്ചിനെ വേറെ കുറെ പേര് വരുന്നുണ്ടല്ലോ. ഏതോ പാട്ടുകാരാണെന്ന് തോന്നുന്നു. അയ്യോ, BA. മണ്ടി പെണ്ണെ, ആകെ
2 അക്ഷരമേ പഠിച്ചിട്ടുള്ളൂ, അതും തലതിരിഞ്ഞ്. നിങ്ങളിവിടെ പാട്ട് പാടാൻ വന്നതാണോ? ഇല്ല, നാങ്ക ഷിക്കാഗോക്ക് ഒരു സ്റ്റേജ് ഷോക്ക് പോവായിരുന്നു. അപ്പതാ അയ്യോ, ഷിക്കാഗോ എന്ന് കേട്ടപ്പോഴാ. നിങ്ങൾ ആരെങ്കിലും ബായത്തേക്ക് പോയോ? ഞാൻ ബായത്തേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുവായിരുന്നു. എൽമോസ്റ്റ് പള്ളിയല്ലേ, അവിടുത്തെ മാത്യൂസ് അച്ഛനെയും ടെജി അച്ഛനെയും പറ്റി ரொம்ப കേട്ടിട്ടുണ്ട്. എത്ര ഫേമസ് ആണ് ഈ ബായത്തോ. അന്ന് പക്ഷേ ഈ ബായത്തോടെ കുറച്ച് ന്യൂസ് ഒന്ന് പറഞ്ഞു തരാമോ? അതിനെന്താ, ലൈവ് ന്യൂസ് കേട്ടോളൂ. കുന്നംകുളം പുതുക്കോട്ടം തിരുമേനിയും MK താമസച്ചനും തുടങ്ങി വെച്ച ബൈത്ത് ഇത് 4ാം തവണയും വിജയകരമായി പുരോഗമിക്കുന്നു. സജീവച്ചന്റെയും ടെജിവച്ചന്റെയും നേതൃത്വത്തിൽ 80 കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ ബൈത്ത് അച്ഛന്മാർ വെറും 10 മാസം കൊണ്ട് പഴയ റെക്കോർഡുകൾ എല്ലാം അട്ടിമറിച്ച് പുതിയ റെക്കോർഡ് വിജയം സൃഷ്ടിച്ചിരിക്കുന്നു. പ്രാർത്ഥനയും ധ്യാനത്തോടൊപ്പം പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കാർഡ്സ് കളിക്കാനും ഇവിടെ എല്ലാവരും സമയം കണ്ടെത്തുന്നു. അങ്ങനെ എൽമോസ്റ്റ് ബർഗയിലെ ഒരു മഹത്തായ സംരംഭമായി ബൈഫർ മുന്നേറുന്നു. എത്ര നല്ല ആൾക്കാര്, എത്ര നല്ല അച്ഛന്മാരും. എങ്കിൽ നമുക്കും അതുപോലെ ഇവിടെ ഒരു കുടുംബമായി കഴിയാം. നോക്കിയല്ലേ കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം, കിളികൾ പോലെ നിങ്ങൾ വിടത്തും വസന്തം. മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം.